ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്കായി ഞാൻ ഏകദേശം 1.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ഒന്നിനു മീതെ ഒന്നാകാതെ നല്ല നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്കോ ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് എല്ലാത്തിലും ഓരോ ചെറുതായിട്ടിങ്ങനെ ഓരോ ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് മസാല ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ പീസിലും ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഓരോ കുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം ചെറുതായിട്ട് ചതച്ചെടുത്തത് 1.5 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലേക്കായി 2 ചിക്കൻ മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഉപ്പിന് വേണ്ടിയാണിത്. ഉപ്പ് ചേർക്കുന്നില്ല, നമ്മൾ പകരം ചിക്കൻ്റെ മാഗി ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്കായി അല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, റെഡ് കളർ. അത് കാണാനൊരു ഭംഗിക്കാണ്. ഇത് രുചിയൊന്നും ബാധിക്കത്തില്ല. വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് വന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്കായി ഒരു ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് മാക്സിമം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അത് ചേർത്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ മല്ലിയില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം പുതിന ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വെന്ത് വരുമ്പോൾ ഈ സാധനം ഒന്നും ഈ ചിക്കനെ നമുക്ക് കാണാനേ കിട്ടില്ല. ഇതെല്ലാം വെന്ത് ചിക്കനോട് ചേർന്ന് കഴിഞ്ഞിരിക്കും. ഇനി നമുക്കിതിലേക്കായി ഒരു 1.5 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. എല്ലാം ഞാൻ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ഇനി നമുക്ക് ഈ സമയം മന്തിക്ക് ആവശ്യമായ റൈസ് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വയ്ക്കാം. ഞാൻ ബസ്മതിയുടെ ലോങ് റൈസ് വേണം ഉപയോഗിക്കാൻ. നമ്മളെപ്പോഴും മന്തിക്ക് ലോങ് റൈസ് വേണം വാങ്ങാൻ. ഞാൻ വൈറ്റ് കളറിലെ മന്തിയുടെ ലോങ് റൈസാണ് വാങ്ങിയിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു 3/4 മണിക്കൂർ കുതിർക്കാനായി വയ്ക്കാം. ഞാൻ നന്നായിട്ട് കഴുകി ഒരു 3/4 മണിക്കൂർ കുതിർക്കാനായി വയ്ക്കുകയാണ്. നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെച്ചാൽ അരിയുടെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ നമുക്കൊരു 3/4 മണിക്കൂർ കുതിർക്കാനായി വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓയിൽ മാത്രമല്ല ചിക്കൻ്റെ വെള്ളവും കൂടി കുറച്ചിറങ്ങും. ഇനി നമുക്കിത് വേവിക്കാനായി വയ്ക്കാം. ഇപ്പോൾ ഞാൻ നല്ല ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്നുള്ള തണുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അല്പം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം കൂടി തിളയ്ക്കാനായി വച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇടുകയാണ്. ഒരു ഉണക്ക നാരങ്ങ കൂടി വേണമായിരുന്നു, അതിപ്പോൾ കയ്യിലില്ല. നമുക്ക് തിളയ്ക്കാനായി വച്ചിരിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പാണ് നല്ലത്. അല്പം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ചൂടൊക്കെ മാറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു മീഡിയം ഫ്ലെയിം.
മീഡിയം ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമുക്കൊരു ഫ്രൈയുടെയും ഒരു സ്മെല്ല് കിട്ടുന്നതാണ്. ഒരു ഫ്രൈ ആയും കിട്ടും, ചിക്കൻ വെന്തും കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വേവാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ 10 മിനിറ്റ് ഇടവിട്ട് അരമണിക്കൂർ ഇത് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നിങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ചിക്കൻ പീസും ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇനി 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിടണം. ഇങ്ങനെ ഏകദേശം അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ മന്തിയുടെ ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ ചെറിയ ഫ്രൈയും വെന്ത് സോഫ്റ്റ് ചിക്കനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഈ സമയത്തെല്ലാം തീയെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഈ സമയം നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂർ കുതിർത്ത അരി ഞാൻ ഊറ്റി, വെള്ളമെല്ലാം തോർത്തി ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തിളയ്ക്കാനായി വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. നല്ല ശ്രദ്ധ വേണം, തിളച്ചാൽ ഇത് പൊങ്ങിക്കളയും. ഞാൻ ഇടയ്ക്ക് തിളയ്ക്കാറാവുമ്പം അത് ശ്രദ്ധിച്ചോളും. ഈ സമയം വീണ്ടും 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഫുൾ ഓയിലല്ല, ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങിയതാണ്. ഇതെല്ലാം നമ്മൾ ക്ഷമയോടെ ഉണ്ടാക്കിയാൽ വളരെ രുചികരമായിട്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യം ക്ഷമയാണ്, ക്ഷമയും ശ്രദ്ധയും. നമ്മുടെ അരി ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 90% ഈ അരി വേവിച്ചെടുക്കാവൂ. അതാണ് മന്തിയുടെ ചോറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ സമയം നമുക്കൊരു അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചോറിലൊന്നും ഇതിൻ്റെ ഓയിൽ വരില്ല. ഇത് നമ്മൾ അരി വടിച്ച് മാറ്റുമ്പോഴേക്കും മാറിക്കിട്ടും. ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാനാണ് നമ്മൾ ഈ 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഈ ചോറിലേക്ക്, അരിയിലേക്ക് ചേർത്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. എല്ലാം നല്ല ഒറ്റയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം 90% വേവാകുമ്പോൾ നമുക്ക് അരി വാർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. മന്തിയിൽ ചിലർക്കിത് കുരുമുളക് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് 2-3 കുരുമുളക് ആഡ് ചെയ്യുന്നത്. വീണ്ടും 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ എല്ലാ പീസും വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് തീ ഫുൾ കുറച്ച് വയ്ക്കാം. നന്നായി ഞാൻ മൂടി വച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ അരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 90% വേവാകുമ്പോൾ
നമുക്ക് അരി വാർത്തെടുക്കാം. ഏകദേശം 90% വേവായിട്ടുണ്ട്. ഇനി നമുക്ക് വാർത്തെടുക്കാം. ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കാത്ത ഒരു പാൻ അടുപ്പിലേക്ക് ചൂടാക്കാനായി വച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ച് ചീത്തായി പോയതാണ്. അത് ഞാൻ കുഴിമന്തി ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനായി മാറ്റി വച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാക്കിയെടുക്കുക. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ല കുറച്ച് വെച്ച ശേഷം നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇറക്കി വയ്ക്കാം. ചിക്കൻ ഞാൻ അതിലേക്ക് ഇറക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല തണുക്കുന്നതിന് മുമ്പ് ചൂടോടുകൂടി തന്നെ നമ്മൾ ചെയ്തെടുക്കണം. എങ്കിലേ ശരിക്കുള്ള മന്തിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് മന്തിയുടെ ഒരു കളർ കിട്ടുന്നതിന് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി അല്പം വെള്ളത്തിൽ ചാലിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കായി 5-6 പച്ചമുളക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഒന്ന് പുഴുങ്ങി കിട്ടും. ഇഷ്ടമുള്ളവർക്ക് കഴിക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറെല്ലാം ഈ മന്തിയിൽ ഇറങ്ങി വരുന്നതാണ്. നല്ലൊരു മുളകിൻ്റെ ഒരു ടേസ്റ്റ്, ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ചോറിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് നടുവിലായിട്ട് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കാം. ഈ സമയം ഞാൻ നല്ലൊരു ചാർക്കോൾ നല്ല കനലാക്കിയെടുത്ത് ആ പാത്രത്തിലേക്ക് വച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ദം ചെയ്യാം. എനിക്ക് ഫോയിൽഡ് പേപ്പർ കിട്ടിയില്ല. ഞാൻ അതുകൊണ്ട് ബട്ടർ പേപ്പറാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇതിൻ്റെ പുകയൊന്നും പുറത്ത് പോകാതെ നന്നായിട്ട് അടച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് ഇതെടുത്ത് മാറ്റുന്നു. ഇത് നമുക്കെടുത്ത് മാറ്റാം. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പക്ഷേ ഈ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോറ് കോരി ഇതിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഹായ് കൂട്ടുകാരെ, ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പീസൊക്കെ നമുക്ക് മന്തിയുടെ ചിക്കൻ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് പൊടിഞ്ഞു പോകും. ഞാൻ ചിക്കൻ പീസ് മാറ്റി വെച്ചതിന് ശേഷമാണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. മണം കേട്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഗുണവും. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ മന്തിയുടെ കുഴിമന്തി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഒരു അച്ചാറും ഒരു തൈര് സലാഡും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഹായ് കൂട്ടുകാരെ, നമ്മുടെ മന്തിച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൈഡ് ഡിഷായിട്ട് നമുക്ക് അല്പം സലാഡും തൈര് സലാഡ്, അല്പം മാങ്ങ അച്ചാറ്, ഇത്രയും മതി. വെറുതെ ചോറ് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ കൂട്ടുകാരെ. എൻ്റെ ശബ്ദം സർജറി കഴിഞ്ഞ് ചെറിയ പ്രശ്നമുണ്ട്. ശബ്ദം കുറച്ചുകൂടി നന്നായി വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ബൈ ബൈ. ഹാപ്പി ദീപാവലി. എല്ലാ കുട്ടികൾക്കും എൻ്റെ ദീപാവലി ആശംസകൾ.